ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുന്നത് ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക്. അപ്പം S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട ക്ലോസിംഗ് ആണ്. ആൻഡ് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി 60 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ് ടോട്ടലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 50 പോയിന്റ്സിൻ്റെ അപ്സൈഡാണ്. മേ ബി നമുക്കും ഒരു ന്യൂട്രൽ ടു സ്മോൾ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഇങ്ങനത്തെയാണ് അവസ്ഥയിലാണെങ്കിൽ 30-40 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാൻ തോന്നുന്നു. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്. ബാക്കി ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം തൽക്കാലം വലിയ പ്രശ്നങ്ങളില്ലാതെ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താണ് ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്ന ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് കുറച്ചധികം ദിവസമായ ഒരു കൺസോൾട്ടേഷനിലാണ് അല്ലേ. ഇത്രയും വലിയൊരു കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പുതിയതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഒരു ഡിമാൻഡ് ഏരിയ, കുറച്ച് റെസിസ്റ്റൻസ് സോൺസിൻ്റെ ഇടയിലുണ്ട്. അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് നിന്ന് പ്ലേ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും സംഭവിക്കുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഒരു ഇൻട്രാഡേ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്തിടുക. ആൻഡ് മേജർ ലെവൽസ് ഇത് ബ്രേക്കിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ പറയാം, ഇതാണ് ഒരു മേജർ ഡിമാൻഡ് ഏരിയ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത് 25,370 എന്നുള്ള സോണാണ്. ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ഒക്കെ നടന്ന ഏരിയയാണ്. ഒരു ഡിമാൻഡായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കുന്നുണ്ട്. സോ 25,330 ഈ ഒരു ഏരിയ മാർക്കറ്റിൽ ഒരു ഡിമാൻഡായിട്ട് ഹോൾഡ് ചെയ്യാം. 24,330 എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു ഇമീഡിയറ്റ് ഡിമാൻഡായിട്ട് ഹോൾഡ് ചെയ്യാം. ആൻഡ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലേക്ക് 25,000 എന്ന് പറഞ്ഞാൽ ഈ സോണിലേക്ക് മാർക്കറ്റ് ഗ്രിപ്പ് ചെയ്ത് വീഴാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഒരു പോസിബിലിറ്റി നമ്മൾ ഇവിടെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സാധ്യത, അതായത് 25,000 വരാനുള്ള ഒരു പോസിബിലിറ്റി മനസ്സിൽ കണ്ടായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. സോ അത്രയും പൊസിഷൻസ് ഒക്കെ അത്യാവശ്യം ഡൗൺ സൈഡ് വരാനാണെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് നമ്മൾ സ്റ്റോക്സ് എടുക്കാനാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഓപ്ഷൻസ് ഞാൻ ചെയ്യാറില്ല ഇപ്പം നിലവിൽ. ഇപ്പം എന്തായാലും സ്റ്റോക്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് ഞാൻ എൻ്റെ പൊസിഷൻസ് ഒക്കെ ഒന്ന് ഡൗൺ സൈഡ് ചെയ്ത് കുറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. മീഡിയം ടേംസ് ആണ് ഞാൻ കൂടുതൽ ഇപ്പം നിലവിലെ അവസ്ഥയിൽ ഫോക്കസ് ചെയ്യുന്നത്. കാര്യം മീഡിയം ടേംസ് കുറച്ച് സ്റ്റോക്സ് വാങ്ങുന്നു, ഡൗൺ സൈഡ് വരുമ്പോൾ വീണ്ടും വാങ്ങുന്നു. ആൻഡ് അതിനെ ഒരു 1 to 3 മന്തിനുള്ളിൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്രയും ഒരു മൊമെന്റം ട്രേഡിന് ഫോക്കസ് തരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഇവിടെ ഉണ്ട്. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് മാർക്കറ്റ് ഇവിടെ ഉണ്ട്. സോ ഈ ട്രെൻഡ് ലൈൻ ഉള്ളപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടെന്നാണ്. സോ മാർക്കറ്റ് മേ ബി 2 പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഒന്ന് ഇത് ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡ് പോകുക എന്നുള്ളത് ഒരു കാര്യം. ഒന്ന് ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത ശേഷം വീണ്ടും ഡൗൺ സൈഡ് വരാനുള്ള പോസിബിലിറ്റി. അപ്പം അങ്ങനത്തെ സാധ്യതകൾ മുന്നിൽ കണ്ട് നമുക്ക് നിൽക്കാം. എന്തായാലും ഈ ഒരു ഏരിയ ഉണ്ടല്ലോ 25,800 to 890, അത് ഞാൻ പറയുന്നു അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു സോണിന് മുകളിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഞാൻ ബൈയിങ് എന്നുള്ളൊരു കാര്യം നോക്കുക. 25,900 മുകളിലൊക്കെ ക്ലോസിംഗ് കിട്ടിയ അല്ലെങ്കിൽ 26,000 ഒന്ന് കടന്ന് കിട്ടിയാൽ മേ ബി നമുക്ക് ഒരു അഗ്രസീവ്ലി ബൈയിങ്ങിലേക്ക് മാർക്കറ്റ് പോകാം. ഉണ്ടല്ലേ. ഇപ്പോൾ ഈ ഇത്രയും സോൺസ് ഒരു ഹാർഡിൽസ് ആയിട്ട് മാർക്കറ്റിൽ ഞാൻ കാണുകയാണ്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ഉള്ളിൽ വലിയ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് ഒന്നും എടുക്കുന്നതിൽ എനിക്ക് വലിയ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. സോ അതാണ് ഞാൻ കുറച്ച് ചെറിയ പൊസിഷൻസ് മാത്രം എടുക്കുന്നത്. അത് ഞാൻ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ന്യൂസസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ക്വാർട്ടർലി ഏർണിംഗ്സിലാണെങ്കിൽ സനോഫി ഇന്ത്യയുടെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സിങ്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. KSPയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയറിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ ഷൈലി എഞ്ചിനീയറിംഗിന് 423 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫ്രം എ ഡൊമസ്റ്റിക് ഫാർമ കമ്പനി ഏതാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെയുള്ള ന്യൂസ് എന്ന് പറയുന്നത് SBI ലൈഫ് ഇൻഷുറൻസിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 2.7 പെർ ഷെയർ ഫോർ ഫൈനാൻഷ്യൽ ഇയർ 2026 എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അപ്പം KP എനർജിക്ക് പുതിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫ്രം എനർപാക് എനർജിയിൽ നിന്നും ഒരു ലെറ്റർ ഓഫ് അവാർഡ് ഫ്രം ഡെവലപ്മെന്റ് ഓഫ് 40.8 മെഗാവാട്ട് വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്രോജക്റ്റാണ് ഗുജറാത്തിൽ ചെയ്യാനായിട്ടുള്ള വന്നിട്ടുള്ളത്. പിന്നെ റെയിൽ വികാസ് നിഗമത്തിൽ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നിട്ട് ഒരു 371.69 കോടിയുടെ ഒരു അവാർഡ് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അതും പോസിറ്റീവായിട്ട് കമ്പനിയെ നല്ല രീതിയിൽ വരാം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ന്യൂസസ് ഒക്കെ അവിടെ എവിടെയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി ഞാൻ എന്ന് പറയാം. ഞാൻ മീഡിയം ടേം നോക്കിയാലോ എന്ന് ആലോചിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രേഡിംഗ് ഡിസിഷൻ ആയിട്ട് എടുക്കരുത്, പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് കോൾഗേറ്റ് ആണ്. കോൾഗേറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ എത്ര % ഡൗൺ സൈഡ് നിങ്ങൾ നോക്കിയാൽ മോസ്റ്റ്ലി വരികയാണെങ്കിൽ അപ്സൈഡിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 48% ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു ഡിമാൻഡ് എടുത്ത് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നതായിട്ടൊരു ഫീലുണ്ട്. അപ്പോൾ വീക്ക്ലിയും കൂടെ എടുത്ത് കാണിക്കാം. വീക്ക്ലി എടുത്ത് നോക്കുകയാണെങ്കിലും
മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ? ഈ ഒരു ഏരിയയിൽ ഒരു ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മാർക്കറ്റ്. ഇതൊരു വീക്ക്ലി സപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീക്ക്ലി സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് ഒരു ബേസ് എടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ സ്ട്രക്ചറലി കൺഫർമേഷനായിട്ട് ഭയങ്കരമായ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബേസ് ഉണ്ട്, റൗണ്ടിങ് ബോട്ടം ഉണ്ട്. ആൻഡ് ആ ബേസിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഡൗൺ ട്രെൻഡിൽ നിന്നൊരു സ്റ്റോക്കാണ്. സോ അവിടെ നിന്ന് മാർക്കറ്റ് കുറച്ച് കണ്ടിന്യൂസ്ലി അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നു. പോസിറ്റീവാണ്. ആ ഒരു പ്രൈസ് ആക്ഷൻ പോസിറ്റീവാണ്. സോ 2332 വരെയൊക്കെ ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് വരാൻ നിൽക്കുന്നത്. അപ്പം എന്തായാലും കോൾഗേറ്റ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 2-3% മൂവ്മെന്റ് കഴിയുമ്പോൾ ഇനി ഒരു മൂവ്മെന്റ് കഴിയുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എന്തായാലും കോൾഗേറ്റ് ഇന്ത്യ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ആൻഡ് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇനി 2200 ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 2200 ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാം. കാര്യം അത്യാവശ്യം നല്ലൊരു സൈക്കോളജിക്കൽ സോൺ കൂടെ ആയതുകൊണ്ട് 2200 കോൾഗേറ്റിൻ്റെ ഒരു ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യാം. അപ്പം ആ ഒരു ഏരിയയിലും പ്രൈസ് ആക്ഷൻ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. ടോട്ടലി അഗ്രസീവ്ലി കണ്ടില്ല, ഇവിടെ താഴെ വിക്കൊക്കെ ഉണ്ട്. ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ വന്നപ്പോഴത്തേക്ക് ഒരു വിക്കുണ്ട്. വിക്കിൽ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡ് പോകാനുള്ള ഒരു ഇന്റൻഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ 2150, 2220 ഈ രേഖ ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കോൾഗേറ്റ് നമുക്ക് എന്തായാലും വരുന്ന ആഴ്ചകളിൽ വാച്ച് ലിസ്റ്റിൽ ഇടാം. പിന്നെ നമുക്ക് ഇന്നലെ ഒരു ചാർട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, കോൺകോർ ആണ്. കോൺകോറിൻ്റെ ചാർട്ട് എന്നിട്ട് നോക്കി നോക്കാം. ഞാൻ നോക്കിയിരുന്നു ഇന്നലെ. അപ്പം സ്ട്രക്ചറലി ഡൗൺ സൈഡ് വരുന്ന ഒരു സ്റ്റോക്കാണ് കോൺകോർ എന്ന് പറയുന്നത്. എനിക്ക് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് അത്ര വലിയ തൃപ്തിയില്ല. ബട്ട് നമുക്ക് നോക്കാം. 2 ഡിമാൻഡ് സോൺസ് ഉണ്ട് ഇതിൽ. മാർക്കറ്റിൽ ഒന്ന് ഈ 480 to 500 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ റേഞ്ചാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണുക. 500 റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 500ലാണ് നിൽക്കുന്നത്. ആൻഡ് 440 എത്താനുള്ള പോസിബിലിറ്റി ഇതിലുണ്ട്. ഇതാണ് പോസിബിളി ഒരു 450 എന്ന് പറയുന്നത്, 440 എന്ന് പറയുന്നത് പോസിബിളാണ് ഇതിൽ വരാനുള്ള കാര്യം. ഇതിൽ ടോട്ടലി നമ്മളിപ്പം ഇതിലൊരു അപ്സൈഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 500-550 മുകളിലൊക്കെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇതിലൊരു ഒരു അപ്സൈഡ് ടെൻഡൻസി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നോക്കാം. അല്ലാത്ത പക്ഷം നിലവിൽ ഞാൻ ട്രേഡ് എടുക്കാൻ നിൽക്കത്തില്ല. ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പ്രൈസ് ആക്ഷൻ പഠിക്കാനേ ഞാൻ നോക്കത്തുള്ളൂ കോൺകോറിൻ്റെ. അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടെ. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അതെല്ലാം ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇന്ന് എന്തായാലും ഒരു ചാർട്ട് റിക്വസ്റ്റാണ് ഇന്ന് നിലവിൽ കമൻറ്റ് ബോക്സിൽ വന്നത്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലാസ്റ്റ് വന്ന് ഡിലീറ്റ് ചെയ്ത് പോയിരുന്നു ടെക്നിക്കൽ റീസൺസ് കാരണം. ആൻഡ് ശരി, അപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യുക. പുതിയ ചാനലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും വളരെ നല്ല രീതിയിൽ ഡിസ്കഷൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാം. അത്യാവശ്യം ഡിസ്കഷൻസ് ഒക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അപ്പം കോൾഗേറ്റിൻ്റെ കാര്യമൊക്കെ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ എന്നെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതുവഴി റീച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.